ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നതുകൊണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഹ്യൂമറുള്ള ഫാമിലി ഓറിയന്റഡ് ചിത്രങ്ങളല്ലേ ഇച്ചിലൂടെ തിയേറ്ററിൽ ഓടേണ്ടത്? എടാ അത് ഇതെങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പൊ നമ്മളൊരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻസ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിംഗ്, ഇതൊക്കെ ഇതിനെയൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിനനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പൊ എല്ലാ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ലല്ലോ, സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും, അയാളുടെ റിലേറ്റീവ്സ്, അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമയും ചിലപ്പോൾ ഇത്തരം വയലന്റ് ആയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഒരു വലിയ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം, വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ മിണ്ടൂല്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ. എൻ്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന പെടന് മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ്. ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം 450 ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിൻ്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ 2 പടം ചെയ്തു, ഒരു തുള്ളി ചോര ഈ 2 പടത്തിൽ കാണിച്ചിട്ടില്ല. കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് പഠിപ്പിച്ചിരിക്കുകയും അത് നിറം, ശരീരം, ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല, മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീ റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ക്യൂവിൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അതിൽ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത്, ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് കുറച്ച് ഞാൻ ഈ മാറ്റർ 5 മാസം മുമ്പ് സംസാരിച്ചതാണ്. അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ണങ്ങൾ വരും, സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ, ഇതിന്റെ കഷ്ണങ്ങൾ വരുമല്ലോ. അപ്പൊ ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക, വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക, നിൽക്കുക, നിരന്തരം കൊല്ലുക, കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേവരെന്ന് പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും. വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ, വളരെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധാരണഗതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം. ചെറിയൊരു നിയന്ത്രണം ഉള്ളത്. നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വെക്കുന്ന നാടായത്. കാറും ബിപിയും ഡോളും അതിൻ്റെ ഇപ്പുറത്ത് തോക്കുണ്ട്. ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട്. കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട്. അങ്ങനത്തെ ഒരു നാടായത്. അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു. നിലവിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്ഡേറ്റ് ഒന്നും ഇല്ലടാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപേട്ടന്റെ വിളിച്ചു വരുത്തേക്കിവിടെ ഏതാ ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട പോലെ ഒരു വീരസാഹസിക കൃത്യമാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ട്രെയിലർ കണ്ടാലുള്ള സംഭവങ്ങൾ ചെറുതിന് മനസ്സിലായി കാണുമല്ലോ. അത്ര വീരസാഹസികതകളില്ല. അത് അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ട് പോവാൻ സാധ്യതയുണ്ട്. ഇവൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥയാണുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോൾ ഇത് ഇവന്റെ എന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ട് പോകും. അതുപോലത്തെ കഥയാണ്. അല്ലല്ല, എനിക്കങ്ങനെ ഒരു ബാച്ചിലർ പാർട്ടി ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞൊരു ഇല്ല.
അപ്പൊ ഞാൻ കല്യാണം തലേന്ന്, ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഞാൻ കല്യാണം തലേന്ന് രാത്രി ഒരു 9-10 മണി, പിറ്റേ ദിവസം രാവിലെ എൻ്റെ കല്യാണമാണ് 9 മണിക്ക് കണ്ണൂര്. അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളിയുണ്ടായിരുന്നല്ലേ, ഞാൻ ബാത്റൂമിൽ നിന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അളിയുണ്ടായിരുന്നു. ചീട്ട് കളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എറണാകുളത്താണ്. 10:30 മണിക്ക് രാവിലെ എൻ്റെ കല്യാണം. രാത്രി 9-9:30 വരെ ഞാൻ എറണാകുളത്ത് ബാത്റൂമിൽ നിന്ന് മത്സരിച്ച് ചീട്ട് കളിയാണ്. അങ്ങനെ ആരോ വന്നിട്ട് എന്നോട് ചോദിച്ചു, പോണ്ടേന്ന് ചോദിച്ചു. അപ്പൊ രാവിലത്തേക്ക് ഷർട്ട് എടുക്കണം, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും വിളിക്കുന്നുമില്ല. ആര് കല്യാണത്തിന് ആരും നീ വരുന്നില്ലേ എന്ന് പോലും ആരും വിളിക്കുന്നില്ല. പലരുടെയും വിചാരം അച്ഛൻ വിളിച്ചില്ല, അമ്മ വിളിച്ചില്ല, ആരും വിളിക്കുന്നില്ല. ഞാൻ എന്തിനാ പോണേ? ഷൂട്ട് മാറ്റി വെച്ചു. അങ്ങനെ രാത്രി ഒരു 9-10 മണി ആയപ്പോഴാണ് ഈ മത്സരത്തിനിടയിൽ എന്നോട് ആരോ മാമൻ വിളിച്ചെന്നെ. അരവിന്ദിന്റെ അതിഥികളൊക്കെ ചെയ്ത ജാതിജാതൊക്കെ ചെയ്ത മാമൻ വിളിച്ചു പറഞ്ഞു, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഹോട്ടലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു. അങ്ങനെ ആ 10-10:30-11 മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം 4-4:30 മണി വരെ, 4-5 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. 6 മണി അപ്പോഴേക്ക് ഞാൻ വരുന്ന വഴിക്ക് നീരജിനെ ഹോട്ടലിൽ വെച്ച് കാണുന്നു. ഇവന്റെ കുറെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 9:30 മണിക്ക് ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നേരെ ഒരു 9:30 മണിക്ക് ആരോ തന്ന ഡ്രസ്സ് വിട്ട് ഞാൻ നേരെ കല്യാണം താലി ചേർത്തു. തിരിച്ച് അതേപടി എറണാകുളത്ത് നിന്ന് പിറ്റേ ദിവസം ചീട്ടുകളി പിന്നെ നല്ല വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന്, ഇപ്പൊ അതൊക്കെ നിർത്തി. ഇന്ന് സൂപ്പിലോട്ടോ മാത്രം.